ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ ALP JEE മിക്സഡ് സയൻസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാർട്ട് 5ലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ കൃത്യമായി കണ്ട് പഠിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും പാർട്ട് 5ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ഡസ് എ മീറ്റർ ഈക്വൽ ടു? എന്താണ് മീറ്റർ ഈക്വൽ ചെയ്യുന്നതാണ്? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാ യൂണിറ്റ്സും എന്തിലാണ് തന്നിരിക്കുന്നത്? മൈക്രോൺ എന്ന് പറയുന്നതിലാണ് തന്നിരിക്കുന്നത്. മൈക്രോണിൻ്റെ യൂണിറ്റ്സിലേക്കാണ് മീറ്ററിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെട്രിക്സ് യൂണിറ്റുകളായിട്ടാണ് ഇത് പറയുന്നത്. 10⁻⁴ യൂണിറ്റുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയണം 10⁻⁻6 എന്താണെന്ന് നമ്മൾ അറിയണം. എന്നാലേ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. മൈക്രോണിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ 10⁻⁻6 ആണ് അല്ലേ? 10⁻⁻6 ശരിക്കും 10⁻⁶ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? മെഗാ എന്ന് വന്നേനെ അല്ലേ? മീറ്ററിൽ 10⁻⁶ ആണെങ്കിൽ മെഗയും 10⁻⁻6 ആണെങ്കിൽ എന്തുവാണ്? മൈക്രോ ആണ് അല്ലേ? മൈക്രോ യൂണിറ്റ്സുകളായിട്ടാണ് പറയുന്നത്. 10⁻⁻ പവറുകൾ പറയുന്നത് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ 10⁻⁻3 എന്താ പറയുമായിരുന്നു നമ്മൾ? മില്ലി എന്ന് പറയും അല്ലേ? 10⁻⁻3 മില്ലി എന്നും 10⁻3 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? കിലോ എന്നും പറഞ്ഞേനെ അല്ലേ? 1000 എന്ന് പറയുന്നതൊക്കെ നമ്മൾ എന്താണ്? കിലോ ആയിട്ടാണ് പറയുന്നത്. 10⁻3 കിലോ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10⁻⁻9 എന്താ പറയുക നമ്മൾ? 10⁻⁻9നെയും 10⁻9 എന്ത് പറയും നമ്മൾ? 10⁻⁻9 ആണെങ്കിൽ എന്ത് പറഞ്ഞേനെ? നമ്മൾ 10⁻9 ആണെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഗിഗ എന്ന് പറഞ്ഞേനെ അല്ലേ? ഗിഗ എന്ന് പറഞ്ഞേനെ. -9 ആണെങ്കിൽ നാനോ എന്ന് പറഞ്ഞേനെ. കുഞ്ഞല്ലേ? താഴോട്ട് വരുന്നേക്കാൻ കുഞ്ഞാണ്. അപ്പോൾ 10⁻⁻9 ആണെങ്കിൽ നാനോ എന്നും 10⁻9 ആണെങ്കിൽ ഗിഗാ ബൈറ്റുകൾ എന്നൊക്കെ പറയുന്നത് 10⁻9 ഗിഗ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 10⁻⁴ വരുന്ന ആ വേർഡിങ്സ് നിങ്ങൾ സഫിക്സുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 10⁻⁻1 ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 10⁻⁻1 ആയിരുന്നെങ്കിൽ ഡെക്ക എന്നും 10⁻⁻1 ആണെങ്കിൽ ഡെസി എന്നും വന്നേനെ. ആ ഒരു ഡിഫറൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക. 10⁻2 ആണെങ്കിൽ എന്ത് വന്നേനെ? നമുക്ക് എന്താ വരിക? ഹെക്ടോ എന്ന് വന്നേനെ അല്ലേ? ഹെക്ടോ എന്ന് വന്നേനെ. 10⁻2 ആയിരുന്നെങ്കിൽ ഹെക്ടോ എന്നും 10⁻⁻2 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ? സെൻറ്റി എന്ന് വന്നേനെ അല്ലേ? സെൻറ്റി എന്ന് വന്നേനെ. സെൻറ്റി. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ അവിടെ ആലോചിച്ചിരിക്കുക. 10⁻⁻6 ആണെങ്കിൽ മൈക്രോ, 10⁻⁶ ആണെങ്കിൽ മെഗാ, 10⁻⁻3 ആണെങ്കിൽ മില്ലി, 10⁻3 ആണെങ്കിൽ കിലോ, 10⁻⁻9 ആണെങ്കിൽ നാനോ, 10⁻9 ആണെങ്കിൽ ഗിഗ, അതുപോലെ 10⁻1 ആണെങ്കിൽ ഡെക്ക, 10⁻⁻1 ആണെങ്കിൽ ഡെസി, 10⁻2 ആണെങ്കിൽ ഹെക്ടോ, 10⁻2 ആണെങ്കിൽ സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് 10⁻2 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? കൺവേർഷനായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലേ? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അപ്പോൾ ആക്സലറേഷൻ്റെ യൂണിറ്റ് അറിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് മുകളിൽ വരുമ്പോൾ എന്താവും? മീറ്റർ (10⁻⁻2) എന്നാവും അല്ലേ? സെക്കൻഡിൻ്റെ മുകളിലത്തെ കൺവേർഷൻ എങ്ങനെ വരും? താഴെ സ്ക്വയർ ആയി കിടന്നത് മുകളിൽ പോകുമ്പോൾ -2 എന്നുള്ള രീതിയിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ആവുന്നത്. അപ്പോൾ മീറ്റർ (10⁻⁻2) ആണ് റീട്ടാർഡേഷൻ്റെ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റിയെക്കാളും ഫൈനൽ വെലോസിറ്റി കൂടി നിൽക്കണം. അതാണ് നോർമൽ ആക്സലറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ റീട്ടാർഡേഷനിൽ എന്ത് സംഭവിക്കും? ഇനിഷ്യൽ വെലോസിറ്റിയെക്കാളും ഫൈനൽ വെലോസിറ്റിയെക്കാളും ഇനിഷ്യൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിലാണ് റിട്ടാർഡേഷൻ സംഭവിക്കുന്നത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? ബ്രേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്? പെട്ടെന്ന് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഉണ്ടാകുന്നത് കേട്ടോ. ആ പോയിന്റാണ് പറയുന്നത്. ഇനി 1 ഡയോപ്റ്റർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഡയോപ്റ്റർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലെൻസിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ലെൻസിൻ്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. അപ്പോൾ ഡയോപ്റ്റർ എന്തിനാണ് ഈക്വൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ ലെൻസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 1/ഫോക്കൽ ലെങ്ത് അല്ലേ? 1/ഫോക്കൽ ലെങ്ത് ആണ് ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ 1/ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് ആയതുകൊണ്ട് എന്ത് വരും? നമുക്ക് 1/മീറ്റർ എന്ന് വരും അല്ലേ? മീറ്റർ. അപ്പം മുകളിൽ പോകുമ്പോൾ ഈ മീറ്റർ എന്തായി മാറും? (10⁻⁻1) ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ കൺവേർഷൻ കറക്റ്റ് ഏതാണ്? 1 (10⁻⁻1) ആണ്. ഡയോപ്റ്റർ 1/ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ വരെ പോകുമ്പോൾ (10⁻⁻1) അതാണ് 1 (10⁻⁻1) ആവുന്നത്. ഇനി 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്കൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ്, ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രഷറിന് നമുക്ക് എന്ത് പറയാം? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ മീറ്റർ മുകളിൽ പോകുമ്പോൾ അതെന്തായി മാറും? 1 ന്യൂട്ടൺ (10⁻⁻2) ആവും. താഴെ കിടന്നത് മുകളിൽ പോകുമ്പോൾ അതെന്തായി മാറും? ന്യൂട്ടൺ (10⁻⁻2)
2 ആവും. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറും എന്ത് തന്നെയാണ്? പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന യൂണിറ്റാണ് അറ്റ്മോസ്ഫിയർ, ATM എന്ന് പറയുന്നത്. ഡൈൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? CGS സിസ്റ്റം, സെൻട്രൽ മെട്രിക് സിസ്റ്റത്തിൽ എന്ത് വരും? CGS സിസ്റ്റത്തിലാണ് ഡൈൻ എന്തായിട്ട് വരുന്നത്? ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഫോഴ്സിൻ്റെ മറ്റൊരു പദം. നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിലാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോഴ്സിന് ന്യൂട്ടൺ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത് SI യൂണിറ്റിലാണ്. അതേസമയം ഫോഴ്സിന് ഡൈൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? CGS സിസ്റ്റത്തിലാണ് കേട്ടോ. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അല്ല, മീറ്റർ റേസ് ടു -2 ആണ്. ആ പോയിന്റ് അവിടെ കൃത്യമായിട്ട് ആലോചിക്കുക കേട്ടോ. ഇനി അടുത്ത് മാച്ച് ദ ഫോളോയിങ് വിത്ത് ദ കറക്റ്റ് റെസ്പോൺസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് കൺവേർഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? നമ്മുടെ പവർ അല്ലേ, പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയായിരിക്കും വരുന്നത്? എനർജി. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ബൈ ടൈം ആണ് അല്ലേ, എനർജി ബൈ ടൈം ആണ്. അതിനെ നമുക്ക് വേറൊരു പേരിൽ എന്തും പറയാം? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്നും പറയാം കേട്ടോ. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഏത് പറയാം? എനർജിയെ പറയാം, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ മറ്റൊരു യൂണിറ്റ് കൺവേർഷനാണ്. നമുക്ക് ഓരോ സംഭവങ്ങൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത് കറക്റ്റ് വാട്ടിൻ്റെ യൂണിറ്റ് തന്നെയാണ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി 1 കിലോ വാട്ട് ആണെങ്കിൽ, കിലോ എന്ന് പറയുമ്പോഴേ അറിയാം എന്താണ്? 1000ന്റെ വാട്ടാണ്. 1000 വാട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. 1000 വാട്ടാണ്. അപ്പോൾ ഇതെന്താണ്? 2ന്റെ ഇതായി. ഇനി അടുത്ത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. അവർ എന്ന് പറയുമ്പോൾ ഇവിടെ ടൈമിൻ്റെ കൺവേർഷൻ വന്നു. ടൈം എന്ന് പറയുന്നത് 36 എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ്? ഈ 3.66 യൂസ് ചെയ്യുന്നത് അവറിൻ്റെ കൺവേർഷനിലാണ് അല്ലേ. അപ്പോൾ അത് വരുന്നത് 3.6 × 10⁶ ജൂൾ എന്ന് പറയുന്ന ആൻസറിലാണ് 1 കിലോ വാട്ട് അവർ വരുന്നത്. അതുപോലെ 1 ഹോഴ്സ് പവർ ആണെങ്കിലോ, ഹോഴ്സ് പവർ എല്ലാവർക്കും അറിയാം 746 വാട്ടായിട്ടാണ് വരുന്നത് അല്ലേ. 746 വാട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് അല്ലേ. ഒന്ന് എന്താണ്? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞ് കിലോ വാട്ട് ആണെങ്കിൽ 1000 ആണ്. അതുപോലെ കിലോ വാട്ട് അവർ ആണെങ്കിൽ 3.6 × 10⁶ ആണ്. ഹോഴ്സ് പവർ ആണെങ്കിൽ 746 ആണ്. ഓക്കെ, ആ കൺവേർഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് റൂൾ ഓഫ് കോൺസ്റ്റന്റ് റേഷ്യോ വാസ് ഗിവൺ ബൈ. റൂൾ ഓഫ് കോൺസ്റ്റന്റ് റേഷ്യോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്ത് പറയാം, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒക്കെ ഗിവൺ ചെയ്തത് ആരാണ്? അപ്പോൾ കോൺസ്റ്റന്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്നും പറയാം കേട്ടോ. പ്രൊപ്പോർഷൻ, കോൺസ്റ്റന്റ് റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ പറയുന്ന പോലെ തന്നെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയും. അത് ആരാണ് ഗിവൺ ചെയ്തത്? ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജോസഫ് എൽ പ്രൂസ്റ്റ് ആണ് അല്ലേ. ജോസഫ് പ്രൂസ്റ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോൺസ്റ്റന്റ് റേഷ്യോ അങ്ങനെയൊക്കെ പറയുന്നത് ആരുടെയാണ്? ജോസഫ് എൽ പ്രൂസ്റ്റിൻ്റെ ആണ്. ജോൺ ഡാൾട്ടനെ ആണെങ്കിൽ ആലോചിക്കേണ്ട മെയിൻ കാര്യം എന്താണ്? ഇപ്പൊ ഇത് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് അല്ലേ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അത് ആരാണ്? ജോസഫ് പ്രൂസ്റ്റ് ആണ്. അതേസമയം മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരുന്നെങ്കിൽ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, റൂൾ അല്ലെങ്കിൽ ലോ എന്ന് പറയൂ അല്ലേ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരുന്നെങ്കിൽ ആരായിരുന്നേനെ? ജോൺ ഡാൾട്ടൺ ആയിരുന്നേനെ. ജോൺ ഡാൾട്ടൺ ആയിരുന്നു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. പിന്നെ ഡാൾട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? നമ്മുടെ അറ്റോമിക് തിയറി അല്ലേ. അറ്റോമിക് തിയറി ഫസ്റ്റ് പ്രൊപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ജോൺ ഡാൾട്ടൺ ആണ്. അപ്പം ഡാൾട്ടൺ ആണ് ആറ്റം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ഇനിഷ്യേറ്റീവ് കൊടുക്കുന്നത് അല്ലേ. ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് തിയറി. പിന്നെ അതുപോലെ തന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഗ്യാസസിലെ ലോയും എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു ലോയും കൂടെ ആര് ഫോം ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡാൾട്ടനെ പറ്റി അറിഞ്ഞിരിക്കണം. ആന്റോൺ ലാവോസിയർ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നൊക്കെ അറിയപ്പെടുന്ന ആന്റോയിൻ ലാവോസിയർ അല്ലേ. ഓക്സിജൻ എന്ന് പറയുന്ന ഓക്സിജനെ ഡിസ്കവർ ചെയ്തു. അതുപോലെ തന്നെ ഡയമണ്ട് അലോട്രോപ്പ് ഓഫ് കാർബൺ ആണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ ഗൺ പൗഡറിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ ആന്റോൺ ലാവോസിയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അങ്ങനെ ഒരുപാട് ഇൻവെൻഷൻസ് ആര് ചെയ്തിട്ടുണ്ട്? ആന്റോണിൻ ലാവോസിയർ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ജേക്കബ് ബെർഗീലിയസ് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകത അങ്ങനെ ഒന്ന് എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. ഓക്കെ, ഓക്സിജൻ ഡിസ്കവർ ചെയ്തു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ദ സം ഓഫ് ദ മാസസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് റിമൈൻസ് അൺചേഞ്ച്ഡ്. വാട്ട് ഈസ് ദിസ് കാൾഡ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സം ഓഫ് മാസസ് ഓഫ് റിയാക്ടൻസും പ്രോഡക്ട്സും സെയിം ആയിട്ട് നിൽക്കും. ഇത് പറയുന്നത് ഏത് ലോയെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്?
ഏതാണ്? നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ആ ഒരു രീതി വരുന്ന ഏതിനാണ്? മാസ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ് അല്ലേ? മാസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതാണ് ആര് കണ്ടുപിടിക്കുന്നത്? ആന്റോയിൻ ലാവോസിയർ കണ്ടുപിടിക്കുന്നത് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന ആന്റോയിൻ ലാവോസിയർ ആണ് അതിനെക്കുറിച്ച് കണ്ടുപിടിക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ആര് കണ്ടുപിടിക്കുന്നത്? ആന്റോയിൻ ലാവോസിയർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാസ് കൺസർവേഷൻ പ്രിൻസിപ്പളിനാണ് റിയാക്റ്റൻസ്, എന്ത് റിയാക്റ്റൻസ് ആണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ എന്ത് ചെയ്യും? പ്രോഡക്റ്റ്സ് സെയിം സംഭവം തന്നെയായിരിക്കും. ഇത് എന്ത് പ്രോസസ്സ് കഴിഞ്ഞുണ്ടായാലും ആ സെയിം പ്രോഡക്റ്റിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നതെന്ന് കണ്ടുപിടിച്ചതാണ് അതെന്ന് പറയുന്നത്. ഈ പറയുന്ന ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ സം ഓഫ് മാസസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. വാട്ട് ഈസ് ദിസ് കാൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാസ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത, വിച്ച് പോസ്റ്റുലേറ്റ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഈസ് ദ റിസൾട്ട് ഓഫ് മാസ് കൺസർവേഷൻ ലോ? മാസ് കൺസർവേഷൻ ലോയ്ക്ക് ഏത് പോസ്റ്റുലേറ്റ് ആണ്, ഡാൾട്ടന്റെ ഏത് പോസ്റ്റുലേറ്റ് ആണ് ആന്റോയിൻ ലാവോസിയറിന് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ടാക്കാൻ സഹായിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ എന്താണ്? ഓൾ മാറ്റർ ആർ മേഡ് അപ്പ് ഓഫ് എന്താണ്? ആറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മാറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ്. മാറ്ററിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ആറ്റംസ് എന്ന് പറയുന്ന ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ആണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറ്റംസ് ഇൻഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ ആളാണ് ആര് ശരിക്കും പറഞ്ഞാൽ? ഡാൾട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതാണ്? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ എന്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നാലും അതിന് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളാണ് ഡാൾട്ടൺ. പിന്നെ അതിനെ തിരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെ ആര് കണ്ടുപിടിക്കുന്ന? ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ ആറ്റം മോഡൽസ് പ്രപ്പോസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതിനുശേഷമാണ്. പക്ഷെ ഡാൾട്ടന്റെ തിയറി നമ്മൾ അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാതാക്കിയത് അല്ലേ? ഡാൾട്ടൺ എന്ത് പറഞ്ഞു? ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആണ്, ഇതിൽ നിന്ന് നമുക്ക് പുതിയതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് എന്താണ്? ഇൻഡിവിസിബിൾ ആണ്, ഇനി ഇൻഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വീണ്ടും ആറ്റംസിൽ തന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുകയാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ജെ തോംസൺ ഏത് കണ്ടുപിടിക്കുന്നു? നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നു. റൂദർഫോർഡ് ആണെങ്കിൽ നമ്മുടെ പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? ഈ പറയുന്ന ആറ്റം എന്താണ്? നോർമലി എന്ത് ചെയ്തു? അത് അക്സെപ്റ്റഡ് അല്ലാണ്ടായി. പക്ഷേ സ്റ്റിൽ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് ഒരു അറ്റോമിക് തിയറി കാണിച്ചത് കൊണ്ടാണ് പുള്ളി എപ്പോഴും എന്ത് ചെയ്തു? അതിനെ നമ്മൾ പ്രശസ്തിയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഡാൾട്ടൺ കൺവേ ചെയ്തത്. ആറ്റംസ് എന്താണ്? ഇൻഡിവിസിബിൾ ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിൽ നിന്നാണ് ശരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ളൊരു സംഭവത്തിലാണ് അതെന്ത് ചെയ്തത്? എത്തിച്ചേർന്നത്. ഇനി അടുത്ത, ഹൂ ഡിസ്കവേർഡ് ദ വേർഡ് ആറ്റം? ആറ്റം എന്ന് പറഞ്ഞൊരു വേർഡ് ഡിസ്കവർ ചെയ്തത് ആരെന്നാണ് ചോദിക്കുന്നത്. ആറ്റം എന്ന് പറയുന്ന ഒരു വേർഡ് ഡിസ്കവർ ചെയ്തത് ആരാണ്? ഡെമോക്രിറ്റസ് ആണ് കേട്ടോ. ഡെമോക്രിറ്റസ് ആണ്. ആറ്റം തിയറി പ്രപ്പോസ് ചെയ്തത് ഡാൾട്ടനും ആറ്റം എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടുപിടിക്കുന്നത് ആരാണ്? ഡെമോക്രിറ്റസ് ആണ് കേട്ടോ. ഇൻ ഡാഷ് ഓൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് എക്സെപ്റ്റ് ന്യൂട്രോൺസ്. ഏത് തന്നിരിക്കുന്ന എലമെന്റ്സിൽ ഏതിലാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയി? എല്ലാ സബ് അറ്റോമിക് പാർട്ടിക്കിൾസും ഉണ്ട് എക്സെപ്റ്റ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് മാത്രം ഇല്ലാത്തത് ഇതിൽ ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതിനായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റം ആയിട്ടുള്ള നമ്മുടെ ഹൈഡ്രജനിൽ തന്നെയാണ് എന്തില്ലാത്തത്? ഈ പറയുന്ന ന്യൂട്രോൺസിന്റെ ആവശ്യമില്ല. കാരണം ന്യൂട്രോൺസ് പൊതുവേ ഹെവിയാണ്, അതിനെയും കൂടെ എന്ത് ചെയ്തില്ല? വഹിക്കാനുള്ള ഒരു ഇത് എന്തിനില്ല? ഹൈഡ്രജന് ഇല്ല കേട്ടോ. ആ ഒരു കാര്യം കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് കൊണ്ടാണ് പറയുന്നത്. ന്യൂട്രോൺ കുറച്ച് ഹെവിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹെവി എലമെന്റ്സിനെ വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്? ഇത് ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജൻ എന്തുണ്ട്? ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ പ്രോട്ടോൺ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഒരുമിച്ച് അങ്ങ് ഇരുന്നോളൂ. അതിന് എന്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്? ഈ പറയുന്ന ന്യൂട്രോൺസിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഹൈഡ്രജൻ ആണ് ആ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൽ ന്യൂട്രോണിന്റെ പ്രസൻസ് ഇല്ലാത്തത്. ഇനി അടുത്ത, പാരൻകൈമ ആൻഡ് കോളൻകൈമ ആർ ദ ടൈപ്സ് ഓഫ് എന്ത് ടിഷ്യൂസ് എന്നാണ് ചോദിക്കുന്നത്. പാരൻകൈമയും കോളൻകൈമയും ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്ന് ആദ്യമേ മനസ്സിലാക്കിക്കോളുക. പ്ലാന്റ് ടിഷ്യൂസ് ആണ് അല്ലേ? പ്ലാന്റ് ടിഷ്യൂസ് ആണ്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിനെ എത്രയായിട്ട് തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയണം. പ്ലാന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. പ്ലാന്റിന്റെ ടിഷ്യൂസിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും അതുപോലെ തന്നെ എന്താണ്? ഒന്ന് നമ്മുടെ പെർമനന്റ് ടിഷ്യൂ എന്നും നമ്മൾ പറയും. പെർമനന്റ് ടിഷ്യൂ ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും ഒന്ന് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം,
ലാറ്ററൽ മെരിസ്റ്റം, അതുപോലെ ഇന്റർ കാലറി മെരിസ്റ്റം. ഇതൊക്കെ എന്താണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, യങ് ആയിട്ടുള്ള അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. യങ് ആയിട്ട് അതെന്ത് ഈ അഡൾട്ട് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം. ഏറ്റവും ടോപ്പിൽ കാണുന്നത് നമ്മുടെ ചെടികളെടുത്ത് നോക്കി അതിൻ്റെ ഏറ്റവും തുമ്പിൽ കാണുന്നതാണ്, ഏറ്റവും ടോപ്പ് ഓഫ് അതിൻ്റെ ടിപ്പിൽ കാണുന്ന സാധനമാണ് എപ്പിക്കൽ മെരിസ്റ്റം, നീളം വയ്ക്കാൻ സഹായിക്കുന്നത്. അതേസമയം ലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിനെ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നത്, അതിൻ്റെ സ്റ്റെം പാർട്ടിലൊക്കെ കാണുന്ന അതിനെ എന്ത് ചെയ്യുക, ഗിർത്ത് അല്ലെങ്കിൽ ആ തിക്നെസ് കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ലാറ്ററൽ മെരിസ്റ്റം. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള നോഡൽ റീജിയൻസ് ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തിൽ ആ ചെടികൾക്ക് എന്ത് വരാൻ, ആ ഒരു ബ്രാഞ്ചസ് വളരാൻ സഹായിക്കുന്ന സാധനമാണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ തിരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പെർമനന്റ് ടിഷ്യൂ ഉണ്ട്. പെർമനന്റ് ടിഷ്യൂ എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? പെർമനന്റ് ടിഷ്യൂവിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്നും സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്നും പിന്നെ എന്താണ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്നും. സിമ്പിളും ഉണ്ട് കോംപ്ലക്സും ഉണ്ട്. നമ്മുടെ കോംപ്ലക്സിലാണ് ഏത് വരുന്നത്? സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടായിരിക്കും സിമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിൾ ലെയറിംഗ് ആണ്, സിമ്പിൾ സെൽസ് ആണ്, ഒരേ ടൈപ്പ് ഓഫ് സെൽസ്, അതായത് ഒരേ ഫംഗ്ഷനും ഒരേ പ്രോപ്പർട്ടീസും ഉള്ള സെൽസ് കൊണ്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിമ്പിളിൽ. അതേസമയം കോംപ്ലക്സിലാണെങ്കിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് ഡിഫറെൻറ്റ് സ്ട്രക്ചറിങ് ആയിരിക്കും വരുന്നത്. കോംപ്ലക്സിലാണ് ഏത് വരുന്നത്? സൈലവും ഫ്ലോയവും വരുന്നത് അല്ലേ? സൈലവും ഫ്ലോയവും വരുന്ന വാസ്കുലാർ ബണ്ടിൽസ് വരുന്ന ഏതിലാണ്? സൈലം ഫ്ലോയം വരുന്നത് കോംപ്ലക്സിലും. സിമ്പിളിൽ ഏതൊക്കെയാണ്? ഈ പറയുന്ന കോളൻകൈമ, പാരൻകൈമ, സ്ക്ലീറൻകൈമ കേട്ടോ. ഏതൊക്കെയാണ്? ഈ പറയുന്ന പോലെ തന്നെ കോളൻകൈമ, പാരൻകൈമ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് കൂടുതൽ ഡെപ്തിലേക്ക് പോകാത്തത്. സ്ക്ലീറൻ ഗെയിം കേട്ടോ, ഇതൊക്കെ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ നോട്ട്സ് കൃത്യമായിട്ട് നോക്കി പഠിക്കുക കേട്ടോ. സ്ക്ലീറൻ ഗെയിമ, കോളൻ ഗെയിമ, പാരൻ ഗെയിമ, ഇതാണ് സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. പാരൻകൈമയാണ് ഏറ്റവും എപ്പിഡെർമൽ ലെയേഴ്സിലൊക്കെ കാണുന്ന സെൽവാൾ, തിൻ സെൽവാളാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കോളൻ ഗെയിം ആണെങ്കിൽ കുറച്ചും കൂടെ തിക്ക് സെൽവാളാണ്, സ്റ്റെംസിൽ റൂട്ട്സിലൊക്കെ കാണുന്നതാണ് കോളൻ ഗെയിം. അതിന് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു മെക്കാനിക്കൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കാനാണ് ഈ ലെയേഴ്സ് നിൽക്കുന്നത്. പാരൻകൈമ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ ലെയറിൽ കാണുന്നതാണ്. തിൻ സെൽവാൾ ഉള്ളതാണ് പാരൻകൈമ. തിക്ക് സെൽവാൾ സ്റ്റെമ്മിൽ റൂട്ടിലൊക്കെ കാണുന്നതാണ് കോളൻകൈമ. സ്ക്ലീറൻ ഗെയിമ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ ഹസ്കി ലൈക്ക് സ്ട്രക്ചറാണ്, കുറച്ച് തിക്കായിട്ടുള്ള ഇന്റീരിയറിൽ തന്നെ കുറച്ചും കൂടെ കട്ടിക്ക് ഹാർഡായിട്ട് നിൽക്കുന്ന സാധനമാണ് സ്ക്ലീറൻ ഗെയിമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചോണം കേട്ടോ. അപ്പോൾ അത്രയും മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ടിഷ്യൂ, ഇതിൻ്റെ ആൻസർ എന്താന്ന് പറഞ്ഞു? പാരൻകൈമ ആൻഡ് കോളൻകൈമ. അപ്പോൾ ഏതിൽ വരുന്നതാണ്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് അല്ലേ, സിമ്പിളിലാണ് വരുന്നത്. കോംപ്ലക്സിൽ ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയോന്നും ആണ് വരുന്നത്. ഓക്കെ, ഇനി ടിഷ്യൂ പ്രസന്റ് അറൌണ്ട് ദ എഡ്ജസ് ഇൻ എ ലാറ്ററൽ മാനർ ആൻഡ് ഗിവിംഗ് റൈസ് ടു ഗ്രോത്ത് ഇൻ ദ ഗിർത്ത് ഓഫ് സ്റ്റെം ഈസ് കാൾഡ്. സ്റ്റെമ്മിന് ആ ഒരു വലിപ്പം കൂട്ടുന്നത് ഗിർത്ത്, കണ്ടോ, ഗിർത്തിനെസ് അല്ലെങ്കിൽ തിക്നെസ് എന്നാണ് മറ്റൊരു പേര്. തിക്നെസ് അല്ലെങ്കിൽ ഗിർത്ത് കൂട്ടുക, അല്ലെങ്കിൽ ലാറ്ററൽ മാനറിൽ, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മാനറിൽ വളരാൻ സഹായിക്കുന്നത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏത് തന്നെയാണ്? ഈ പറയുന്ന ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് കേട്ടോ. ലാറ്ററൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്? പൊക്കം വയ്ക്കാൻ, നീളം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. വെർട്ടിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഒന്നും ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ മറ്റൊരു പേരായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം. എപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് പൊക്കം വയ്ക്കാൻ സഹായിക്കുന്നത്, ലെങ്ത് കൂടാൻ വേണ്ടി, ലോങ്നെസ് കൂടാൻ വേണ്ടി സഹായിക്കുന്നത്. ലാറ്ററൽ എന്താണ്? തിക്നെസ് അല്ലെങ്കിൽ ഗിർത്ത് എന്ന് പറയുന്ന വേർഡാണ് കേട്ടോ. ഇനി അടുത്ത പാരൻകൈമ ആൻഡ് കോളൻകൈമ ആർ ദ ടൈപ്പ് ഓഫ് ഡാഷ് ടിഷ്യൂസ്. അത് തന്നെയാണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റിയാണ് കേട്ടോ, അത് വിട്ടേക്കുക. ഇനി അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്ലാന്റ് ടിഷ്യൂ ഈസ് ഇൻകറക്റ്റ്. ഇതിൽ ഏതാണ് പ്ലാന്റ് ടിഷ്യൂവിനെ പറ്റിയിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ്. സൈലം എന്തിന് ട്രാൻസ്ഫർ? കോംപ്ലക്സ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു, അതെന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇതിൽ ഇൻകറക്റ്റ് ആണെന്ന്, ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ടറും മിനറൽസും ആണോ സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അതെ, വാട്ടറും മിനറൽസും ആണ്, ഓർഗാനിക് ആയിട്ടുള്ള മിനറൽസും ആണ് ആര് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഫ്ലോയോ ആണെങ്കിൽ എന്തിനെയാണ്? ഫുഡ് ആൻഡ് അതർ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് അല്ലേ, ഫുഡിനെയാണ്. ഫുഡ് ഇവിടെ എന്താണ്? വാട്ടർ. ഇതാണ് മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ കൂടെ മിനറൽസും ആര് കൊണ്ടുപോകാറുണ്ട്? സൈലം കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇനി അടുത്ത് സൈലം ആൻഡ് ഫ്ലോയം ആർ കോംപ്ലക്സ് ടിഷ്യൂസ്. രണ്ടും കോംപ്ലക്സ് അല്ലേ? അതെ, ആണ്. ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഫ്ലോയം എവിടെയാണ്? ഫുഡ് എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് ചെയ്ത് ഇത് കിട്ടിയ ഫുഡിനെ ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആര് തന്നെയാണ്? ഫ്ലോയം തന്നെയാണ്. ഫുഡാണോ? അത് ഫ്ലോയം തന്നെയാണ്, അതും കറക്റ്റ് ആണ്. ഇനി മെറ്റീരിയൽസ് ക്യാൻ മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻ
ഇൻ സൈലം. സൈലത്തിൽ ബോത്ത് ഡയറക്ഷനിൽ പോകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. സൈലത്തിന് ബോത്ത് ഡയറക്ഷൻ പോകാൻ പറ്റുമോ? ഇല്ല. അതാണ് അവിടുത്തെ തെറ്റെന്ന് പറയുന്നത് കേട്ടോ. ഇല്ല, പറ്റത്തില്ല. കാരണം സൈലം എന്ന് പറയുന്നത് എന്താണ്? യൂണി ഡയറക്ഷണലാണ്. കാരണം ഇത് ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇത് സൈലം എവിടെ നിന്നാണ് വെള്ളം അബ്സോർവ് ചെയ്യുന്നത്? നമുക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? പ്ലാന്റ്സിന് വെള്ളം കിട്ടുന്നത് റൂട്ട്സിൽ നിന്നാണ് അല്ലേ? റൂട്ടിൽ നിന്ന് സോയിലിൽ വരുന്ന വെള്ളത്തിനെ അബ്സോർവ് ചെയ്തിട്ടാണ് ആര് കൊണ്ടുപോകുന്നത്? ഈ പറയുന്ന സൈലം വെള്ളം ആർക്ക് എത്തിച്ചു കൊടുക്കുന്ന? പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് പോലെയുള്ള ബാക്കി എല്ലാ പ്രോസസ്സിനും എത്തിച്ചു കൊടുക്കുന്നത് സൈലമാണ്. എവിടെ നിന്നാണ്? റൂട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം റൂട്ടിൽ നിന്ന് എടുക്കുന്ന വെള്ളം ആര് കൊണ്ടുപോകും? സൈലം കൊണ്ടുപോയി മുകളിൽ കൊടുക്കും എന്നുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. അതിന് എന്തില്ല, തിരിച്ച് അവിടെ നിന്ന് വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ചെയ്യാറുമില്ല. ആകെ പറഞ്ഞ സൈലം എവിടെ പോകത്തുള്ളൂ? ഒരു ഡയറക്ഷനിലേ സഞ്ചരിക്കാറുള്ളൂ, താഴെ നിന്ന് മുകളിലേക്ക്. ആ ഒരു ഡയറക്ഷനിങ് മാത്രമേ ആർക്കുള്ളൂ? സൈലത്തിനുള്ളൂ കേട്ടോ. ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. സൈലം യൂണി ഡയറക്ഷനാണ്. അതേസമയം ഫ്ലോയോ എന്താണ്? ബൈ ഡയറക്ഷണലാണ്. ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എവിടെ വേണോ സഞ്ചരിക്കാം. മൾട്ടി ഡയറക്ഷണൽ അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലും പോകാൻ പറ്റും. മുകളിൽ നിന്ന് താഴോട്ടും പോവാം, താഴെ നിന്ന് മുകളിലോട്ടും പോവാം. ആ ഒരു രീതിയാണ്. അതായത് ഫ്ലോയം എന്താണ്? ഫുഡാണ് എടുക്കുന്നത്. ഫുഡ് ലീവ്സിൽ എത്തിക്കുന്ന സാധനത്തിന് നേരെ കൊണ്ടുപോയി സ്റ്റെമ്മിൽ കൊടുക്കും, റൂട്ടിൽ കൊടുക്കും, അതുപോലെ ബാക്കി ഏതെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കും. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും പോകാൻ പറ്റുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഫ്ലോയം എന്ന് പറഞ്ഞാൽ. സൈലം മാത്രമാണ് റൂട്ടിൽ നിന്ന് നേരെ പ്ലാന്റിന്റെ ടിപ്പിലേക്ക്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഡെഡ് സെൽസ്? ഏറ്റവും കൂടുതൽ ഡെഡ് സെൽസ് ഉള്ളത് ഇതിൽ ഏതിലെന്നാണ് ചോദിക്കുന്നത്? ഡെഡ് സെൽസ്. ഡെഡ് സെൽസ് ഏതിനാണ്? സൈലത്തിനാണ് കേട്ടോ. സൈലത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെഡ് സെൽസ് ഉള്ളത്. കാരണം അതും ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം അത് വെള്ളം കൊണ്ടാണ് പോകുന്നത്. വെള്ളം അത് ഒരു ലിവിങ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആയിരുന്നെങ്കിൽ അതും എന്ത് ചെയ്യും? ആ പകുതി കൊണ്ടുപോകുന്ന വെള്ളത്തിൽ പകുതി ആർക്ക് യൂസ് ചെയ്യേണ്ടി വന്നേനെ? സൈലത്തിന് യൂസ് ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ട് സൈലം ശരിക്കും എന്ത് തന്നെയാണ്? ഒരു ലൈവ് അല്ലാത്ത, എന്ന് വെച്ചാൽ ഡെഡ് സെൽസ് ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി. ലിവിങ് അല്ലാത്ത സെൽസ് ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ. മെജോറിറ്റി കേട്ടോ. ഒരു സെല്ല് മാത്രം നമുക്ക് അതിൽ എന്തുണ്ട്? ലിവിങ് ആയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മെജോറിറ്റി നോക്കുകയാണെങ്കിൽ സൈലം എന്താണ്? ഡെഡ് സെൽസ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എയറൻഗൈമ. എയറൻഗൈമ ശരിക്കും പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് എന്താണ്? പാരൻഗൈമയാണ് കേട്ടോ. പാരൻഗൈമയാണ് എന്ന് വെച്ചാൽ വാട്ടർ താമസിക്കുന്ന, വാട്ടറിലൊക്കെ ജീവിക്കുന്ന പ്ലാന്റ്സിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പാരൻഗൈമയാണ് എയറൻഗൈമ എന്ന് പറയുന്നത്. എയറൻഗൈമ ആ എയർ കോളംസ് ഒക്കെ കിടക്കുന്ന, അതിന് ശ്വസിക്കാൻ ആവശ്യമുള്ള ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള എയർ നൊഡ്യൂൾസ് ഏതിനുണ്ട്? എയറൻഗൈമയിൽ. പാരൻഗൈമ ടിഷ്യൂ ആണ്. ശരിക്കും പാരൻഗൈമ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്ലാന്റ്സിലാണ് കാണുന്നത്. അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണുന്നത്. അക്വാട്ടിക് പ്ലാന്റ്സിലാണ് എയറൻഗൈമ കാണുന്നതെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത്, വിച്ച് പെർമനന്റ് ടിഷ്യൂ മാക്സ് എ പ്ലാന്റ് ഹാർഡ് ആൻഡ് സ്റ്റിഫ്? ഏറ്റവും ഹാർഡും സ്റ്റിഫും ആക്കുന്നത്, ഒരു പ്ലാന്റിനെ ഏറ്റവും ഹാർഡ് ആൻഡ് സ്റ്റിഫ് ആക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോളൻഗൈമയാണോ, സ്ക്ലെറൻഗൈമയാണോ, പാരൻഗൈമയാണോ, എയറൻഗൈമയാണോ? ഇതിൽ നോക്കുകയാണെങ്കിൽ എയറൻഗൈമ എന്താണ്? ടൈപ്പ് ഓഫ് പാരൻഗൈമയാണ്. പാരൻഗൈമ ശരിക്കും എന്താണ്? തിൻ സെൽ വാളാണ്. അതിന് എപ്പോഴും വേണോ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത്രയും എന്താണ്? സോഫ്റ്റ് ആണത്. അപ്പോൾ പേരൻഗൈമയും അല്ല, എയറൻഗൈമയും അല്ല. കാരണം അത് ഹാർഡ് ആൻഡ് സ്റ്റിഫ് ഏതെന്നാണ് ചോദിക്കുന്നത്. കോളൻഗൈമ എന്ന് പറയുന്നത് എന്താണ്? തിക് സെൽവാൾ തന്നെയാണ്. പക്ഷേ എടുത്തു നോക്കുകയാണ് കോളൻഗൈമയും സ്ക്ലെറൻഗൈമയും നോക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു എക്സ്റ്റീരിയർ ആണ് ആർക്കുള്ളത്? സ്ക്ലെറൻഗൈമയ്ക്കുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ സ്ക്ലെറൻഗൈമയാണ്. ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ്, ആ കട്ടി ഉറപ്പാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു സെൽവാളിന്റെ പ്രൊട്ടക്ഷൻ ആർക്കുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്ക്ലെറൻഗൈമയ്ക്കുണ്ട്. ലിഗ്നിന്റെ പ്രസൻസ് കൊണ്ടാണ് സ്ക്ലെറൻഗൈമയ്ക്ക് അത്രയും ഹാർഡ് ടെക്സ്റ്റീരിയർ, ആ ഒരു എക്സ്റ്റീരിയർ പോർഷൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണ്? ഈ തേങ്ങയുടെ ആ ഒരു ഹസ്കി റീജിയൻ ഉണ്ടല്ലോ, ഹസ്ക് എന്ന് പറയുന്ന ആ റീജിയനിൽ ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ പ്രസൻസ് ആണ്? സ്ക്ലെറൻഗൈമ. ആ തൊണ്ടെന്ന് പറയുന്ന ഭാഗത്തിന്റെ ആ ഒരു ചകിരി ഭാഗത്തിന് എന്താ പറയുന്നത്? ശരിക്കും സ്ക്ലെറൻഗൈമയുടെ ലിഗ്നിൻ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ശരിക്കും കോളൻഗൈമയ്ക്കും എന്ത് തന്നെയാണ്? തിക് സെൽവാളൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ്, പക്ഷേ അതിന്റെ രണ്ടാമത്തെ ലെയർ എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ സെൽസ് ആർ എലൈവ്, ഇലോങ്ങേറ്റഡ് ആൻഡ് ഇറഗുലർ അറ്റ് ദ കോർണേഴ്സ്? ഫോളോയിങ് ടിഷ്യൂ, ഏത് ടിഷ്യൂവിലാണ്? സെൽസ് എലൈവ് ആണ്, സെൽസ് ജീവിച്ചിരിക്കുകയാണ്, ഇലോങ്ങേറ്റഡ് ആണ്, നീളമുള്ളതാണ്, പക്ഷേ ഇറഗുലർ അറ്റ് കോർണേഴ്സ്. ഇതിന്റെ ആൻസർ കറക്റ്റ് ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ഇത് കോളൻഗൈമയാണ്. ഇതിന്റെ സ്ട്രക്ചറൽ ഷേപ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇറഗുലർ അറ്റ് കോർണേഴ്സ് എന്ന് കേട്ടാലേ അതിന്റെ ആൻസർ ഏതാണ്? കോളൻഗൈമയാണ് കേട്ടോ. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള എലൈവ് ആയിട്ടുള്ള ടിഷ്യൂ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോളൻഗൈമയാണ് കേട്ടോ. കോളൻഗൈമയാണ്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, നമുക്കറിയാം 3 ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ലോ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ്, അങ്ങനെ 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആരുടെ റിലേഷൻഷിപ്പ് ആണ് ഷോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
നിങ്ങൾ അറിയുക നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v ഈക്വൽ ടു u പ്ലസ് AT എന്നാണ്. v ഈക്വൽ ടു u പ്ലസ് AT എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ലോ ആണ് s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. തേർഡ് ലോ ഓഫ് മോഷൻ ആണ് v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടുള്ള v ഈക്വൽ ടു u പ്ലസ് AT എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇത് ഈ തന്നിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് തുല്യമാണ് കേട്ടോ. പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എന്തിനെയാണ് ബന്ധിപ്പിക്കുന്നത്? എന്തിനെയാണ്? വിനെയും അതുപോലെ ടീനെയും അല്ലേ? വിനെയും ടീനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എന്തിനെയാണ്? വെലോസിറ്റി ആൻഡ് ടൈം ആണ്. വെലോസിറ്റി ആൻഡ് ടൈമിനെയാണ് v ഈസ് ഈക്വൽ ടു u പ്ലസ് AT കൺവേ ചെയ്യുന്നത്. അതേസമയം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്തേനെ? എസ്സിനെയും അതുപോലെ എന്തിനേയും? ടീനെയാണ് അല്ലേ? എസ്സിനെയും ടീനെയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ലോ എന്ത് ചെയ്യുന്നത്? കൺവേ ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയാം. ഡിസ്റ്റൻസിനെയും അതുപോലെ ടൈമിനെയാണ്. അപ്പം ഡിസ്റ്റൻസ് ടൈം അല്ലെങ്കിൽ പൊസിഷൻ ടൈം ആണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ കൺവേ ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിസ്റ്റൻസും ടൈം അല്ലെങ്കിൽ പൊസിഷനും ടൈമിനെയാണ് കൺവേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തിനെയാണ് കൺവേ ചെയ്യുന്നത്? v അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വെലോസിറ്റിയെ അതുപോലെ തന്നെ എന്തിനെയാണ്? ഈ പറയുന്ന ഡിസ്റ്റൻസിനെയാണ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്റ്റൻസ്, വെലോസിറ്റി പൊസിഷൻ എന്നൊക്കെ പറയുന്ന വെലോസിറ്റി അല്ലെങ്കിൽ എന്തും ആവാം, സ്പീഡും ആവാം കേട്ടോ. അത് മാറി വരാം. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ വെലോസിറ്റി ടൈം, സെക്കൻഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ടൈം, തേർഡ് ആണെങ്കിൽ പൊസിഷൻ വെലോസിറ്റി. പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെലോസിറ്റി കേട്ടോ. പൊസിഷൻ വെലോസിറ്റി. ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. എന്തിനാണ് അവർ കൺവേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. വിയും ടിയും ആയതുകൊണ്ട് വെലോസിറ്റി ടൈം, എസും ടിയും ആയതുകൊണ്ട് പൊസിഷൻ ടൈം, അത് കഴിഞ്ഞ് വിയും എസും ആയതുകൊണ്ട് വെലോസിറ്റി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെലോസിറ്റി പൊസിഷൻ എന്നുള്ളൊരു കാര്യമാണ്. ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഇതാണ് ആ ഇക്വേഷൻ ഓഫ് മോഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ടൈം ആണ് അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഷോ ചെയ്യുന്നത് വെലോസിറ്റി ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, എ ട്രെയിൻ അറ്റൈൻസ് എ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ്? u എന്ന് പറയുന്നത് 0 ആയിരിക്കും. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി. റെസ്റ്റ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 90 km/h. അപ്പോൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 90 km/h ആണ് തന്നിരിക്കുന്നത്. 90 km/h ഇൻ 5 minutes. ടൈം തന്നിട്ടുണ്ട് 5 minutes എന്ന്. ടൈം എത്ര തന്നിട്ടുണ്ട്? 5 minutes ആണ്. അസ്യൂമിങ് ദാറ്റ് ദ ആക്സിലറേഷൻ ഈസ് സെയിം. ആക്സിലറേഷൻ സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ട്രെയിൻ അറ്റ് ദ സെയിം ടൈം വിൽ ബി. എങ്കിൽ ഡിസ്റ്റൻസ് ആണ് നിങ്ങളടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് ആക്സിലറേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഡിസ്റ്റൻസിൻ്റെ ഏതൊരു ഇക്വേഷൻ ആയാലും ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ അറിയണം. ആദ്യം നമുക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കാം? v ഈക്വൽ ടു u പ്ലസ് AT എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാം. അപ്പോഴല്ലേ ആക്സിലറേഷൻ കിട്ടുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഉള്ളത് അതിലാണല്ലോ. v മൈനസ് u ബൈ ടി ഈക്വൽ ടു a എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ v എത്ര വരും? 90 മൈനസ് u എന്ന് പറയുന്നത് 0 ബൈ ടി 5 എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താ? 5 മിനിറ്റ് ആണല്ലേ തന്നിരിക്കുന്നത്. 5 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? km/h അല്ലേ തന്നിരിക്കുന്നത്. ആൻസേഴ്സും എന്തിലാണ് തന്നിരിക്കുന്നത്? കിലോമീറ്ററിൽ. അപ്പം മിനിറ്റിന് നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈ 60 ചെയ്യണം. അപ്പോൾ 1/12 എന്ന് കിട്ടും അല്ലേ? 1/12 ആണെന്നാണ് അവർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1/12 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മുകളിൽ വരുമ്പോൾ 90 × 12 എത്ര വരും? 1080 അല്ലേ? 1080 കിലോമീറ്റർ, 1080 m/s² എന്ന് കിട്ടും അല്ലേ? m/s² എന്ന് കിട്ടും. ഓക്കെ, 1080 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ പറയുന്ന ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? വീണ്ടും ഇക്വേഷൻ മാറ്റണം. s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT² അല്ലേ? ഹാഫ് AT² അതിലിട്ട് കൊടുക്കണം. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. u 0 ആണ്. ടൈം എത്രയാണ്? ടൈം 1/12 എന്നുള്ളതായിരുന്നു അല്ലേ? അതെന്തായാലും ആ ഒരു ഇക്വേഷൻ അങ്ങ് മൊത്തത്തിൽ 0 ആയി പോകുമല്ലോ. 0 പ്ലസ് ഹാഫ് എന്ന് പറയുന്ന ഹാഫ്. ആക്സിലറേഷൻ എത്ര കിട്ടി നമുക്ക്?
1080 കിട്ടി. 1080 കിട്ടി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? ടിയുടെ സ്ക്വയർ എത്രയാണ്? 1/12 സ്ക്വയർ അല്ലേ? 1/12 ഇൻറ്റു 1/12. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടൂലേ? അപ്പോൾ ഏകദേശം 3.45/12 ആണ് ലാസ്റ്റ് വരുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 45/12 വരുമ്പം 3 ഏകദേശം 75 എന്നുള്ളത് അല്ലേ? 3.75 എന്ന് വരും. ഓക്കെ 3.75 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇതാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും 3.75 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ 3.75. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ ഇട്ടിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്റ്റൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം രണ്ട് വാല്യൂ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം ആക്സലറേഷൻ കണ്ടുപിടിക്കുക, പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ മെത്തേഡ് അത് ഫോളോ ചെയ്ത് ചെയ്യുക കേട്ടോ. ഇനി ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ സിക്സാഗ് ലൈൻ സെപ്പറേറ്റ്സ് എന്തിനെയാണ്? സിക്സാഗ് ലൈൻ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനെയൊക്കെ തമ്മിലാണ്? സിക്സാഗ് ലൈൻ ഇടയിൽ ഒരു ലൈനിങ് ഉണ്ടല്ലേ? നമ്മുടെ ഹോൾ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു സിക്സാഗ് ലൈൻ വെച്ച് ഒരു സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. മെറ്റലോയിഡ് ഗ്രൂപ്പാണ്. ആ മെറ്റലോയിഡ് ഗ്രൂപ്പ്സ് എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതാണ്. ഈ സിക്സാഗ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ എന്തിനെയാണ്? മെറ്റലോയിഡ്സിനെയാണ്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം ഒരുപോലെ കാണിക്കുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെറ്റലോയിഡ്സ് എന്തിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും. മെറ്റൽസ് ഫ്രം നോൺ മെറ്റൽസ്. മെറ്റൽസിനെ നോൺ മെറ്റൽസിൽ നിന്നാണ് തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് എന്താണ്? ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡ് ഈ ഒരു സൈഡിൽ എന്താണ്? മെറ്റൽസ് ആണ്. നടുക്ക് എന്ത് വരും? മെറ്റലോയിഡ്സ് വരും. ഇപ്പുറത്തെ സൈഡ് എന്താണ്? നോൺ മെറ്റൽസ് വരും അല്ലേ? ആ ഒരു പോയിന്റ് ആണ്. ഇനി ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ 58 to 71 58 തൊട്ട് 71 വരെ എന്തായിട്ടാണ് പറയുന്നത് നമ്മൾ? 58 തൊട്ട് 71 അടങ്ങിയിരിക്കുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിന് ഏതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലേ? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഫസ്റ്റ് 58 to 71 അടങ്ങിയിരിക്കുന്ന 15 ആൾക്കാർ ആരാണ്? ലാന്തനോയിഡ്സ് ആണ് അല്ലേ? ലാന്തനോയിഡ്സ് ആണ്. സീറിയം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തുടങ്ങുന്ന ലാന്തനോയിഡ്സ് ആണ്. ലാന്തനോയിഡ്സ് അല്ലേ? 58 to 71. അങ്ങനെയാണെങ്കിൽ ആക്ടിനൈഡ്സ് ഏതാണ്? ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞാൽ 89 തൊട്ട് 103 ആണ് അല്ലേ? 89 തൊട്ട് 103 വരെ ഉള്ളവരാണ് ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞാൽ. ലാന്തനോയിഡ്സും ഉണ്ട് ആക്ടിനൈഡ്സും ഉണ്ട്. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ സെപ്പറേറ്റ് തിരിച്ചിട്ട് ഉള്ളതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ താഴെ ഏറ്റവും പീരിയോഡിക് ടേബിളിന്റെ താഴെ കാണുന്നവരെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ? ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് അടങ്ങിയ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ 15 ഗ്രൂപ്പ് ലാന്തനോയിഡ്സും 15 ഗ്രൂപ്പ് എന്താണ്? ആക്ടിനൈഡ്സും ആണ്. ഫസ്റ്റ് കാണുന്നത് ലാന്തനോയിഡ്സ്, സെക്കൻഡ് 89 തൊട്ട് 103 വരെ കാണുന്നത് ആക്ടിനൈഡ്സ് ആണ്. ഈ ആക്ടിനൈഡ്സിന്റെ അകത്താണ് ഏതൊക്കെ വരുന്നത്? യുറാനിയം പോലെയുള്ള എല്ലാ മെറ്റൽസും വരുന്നത് കേട്ടോ. യുറാനിയം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. യുറാനിയം, തോറിയം, ഈ പറഞ്ഞ ന്യൂക്ലിയോ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് വരുന്ന അതാണ്. പൊളോണിയം, ഈ പറയുന്ന ഐൻസ്റ്റീനിയം, അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ട്. മെന്റലീവിയോ എന്നൊക്കെ പറയുന്ന എല്ലാ എലമെന്റ്സും വരുന്ന ഏതിനകത്താണ്? ഈ പറയുന്ന ആക്ടിനൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് കേട്ടോ. പ്രോആക്റ്റിയം എന്നൊക്കെ പറയുന്ന എല്ലാ സാധനങ്ങളും വരുന്ന അതിൻ്റെ അകത്താണ്. ഓക്കെ, ലാന്തനോയിഡ്സും ഉണ്ട് ആക്ടിനോയിഡ്. സെറിയം വരുന്നതിലാണ് എന്ത് തുടങ്ങുന്നത്? സീരിയം എന്ന് പറയുന്ന സീരീസിൽ നിന്നാണ് ലാന്തനോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിനൈഡ്സും അതുപോലെ ആലോചിക്കുക. ഇനി അടുത്ത്, വാട്ട് ഡു ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ഹാവ് ഇൻ കോമൺ? എന്താണ് ലിഥിയത്തിലും സോഡിയത്തിലും പൊട്ടാസ്യത്തിലും കോമൺ ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ആൽക്കലൈൻ സോയിൽ എലമെന്റ്സ് ആണോ? അല്ല അല്ലേ? അവർ മറ്റൊരു പേരിൽ എന്താ അറിയപ്പെടുന്നത്? ഗ്രൂപ്പ് 1 എലമെന്റ്സിന് എന്താ അറിയപ്പെടുന്നത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ മറ്റൊരു പേര് ആൽക്കലി മെറ്റൽസ് ആണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആൽക്കലി മെറ്റൽസ് ആണ്. ഗ്രൂപ്പ് 2 ആയിരുന്നെങ്കിൽ എന്ത് വിളിച്ചേനെ? ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് വിളിച്ചേനെ. ഗ്രൂപ്പ് 2 ആണെങ്കിൽ ആൽക്കലി എർത്ത് മെറ്റൽസും, ഗ്രൂപ്പ് 1 ആയതുകൊണ്ട് ആൽക്കലി മെറ്റൽസ്. സോയിൽ എലമെന്റ്സ് അല്ല. ദേ ആർ ഇനേർട്ട് എലമെന്റ്സ്. ഇനേർട്ട് എലമെന്റ്സ് ആണോ? അല്ല. ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ റയർ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് എവരെയാണോ? അല്ല. അവരൊക്കെ എന്താണ്? ഏറ്റവും ലാസ്റ്റത്തെ ഗ്രൂപ്പുകളാണ് അല്ലേ? ലാസ്റ്റത്തെ ഗ്രൂപ്പാണ്. ആ പോയിന്റ് ആലോചിക്കുക. ഇനി അടുത്ത്, ദേ ഹാവ് 1 electron in their outermost shell. ഒരു ഇലക്ട്രോണോ അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്? ലിഥിയം എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. സോഡിയം എന്ന് പറയുന്നത് എന്താണ്? Na എന്ന് പറയുന്നത് നാട്രിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സോഡിയം എന്താണ്? ഈ പറയുന്ന 11 ആണ്. പൊട്ടാസ്യം എത്രയാണ്? പൊട്ടാസ്യം എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ് അല്ലേ? 17 പൊട്ടാസ്യം, സോഡിയം. ഓക്കെ, പൊട്ടാസ്യം എന്ന് പറയുന്നത് 17 അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ വരും? 2, 1. അതുപോലെ 2, 8, 1. അതുപോലെ 2, 8,
പൊട്ടാസ്യം എന്ന് പറയുന്നത് പൊട്ടാസ്യം 19 ആണല്ലേ, 2 8 അപ്പം 2 10 18 1. ഓക്കെ, അപ്പോൾ കറക്റ്റ് അല്ലേ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണുള്ളത്? 1 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ, 1 ഇലക്ട്രോൺ ആണ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ളത്. പൊട്ടാസ്യം 19 ആണ് അല്ലേ, പൊട്ടാസ്യം 19 ആണ്. അപ്പോൾ 2 8 8 1 എന്നുള്ള രീതിയിലാണ് ഇത് നിൽക്കുന്നത്, പൊട്ടാസ്യം നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെൽ എത്രയാണ്? 1 ഇലക്ട്രോൺ ആണുള്ളത്. ദേ ഡു നോട്ട് ഫോം ഓക്സൈഡ്സ്. സോഡിയം ഓക്സൈഡ് ഉണ്ട്, ലിഥിയം ഓക്സൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ എന്താണ്? അത് തെറ്റായ പോയിന്റ് ആണ്. ഓക്കെ, ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ഓഫ് ബോയൻസി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെൻസിറ്റി ആൻഡ് ഡാഷ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസസ്. എന്താണ് ബോയൻസി ഫോഴ്സ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് ആരാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലൂടെയാണ് എന്ത് ചെയ്തത്? ഈ ഒരു തിയറി തന്നെ വന്നല്ലേ. ബോയൻസി എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ത്രസ്റ്റ്, ഒരു വാട്ടർ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് കൊടുക്കുന്ന ഒരു ഫോർവേഡ് ത്രസ്റ്റ് ആണ്. അപ്വേർഡ് ത്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 2 എലമെന്റ്സ് ഏതിനൊക്കെയാണ്? ഒന്ന് ഡെൻസിറ്റിയും അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ വോളിയമാണ് അല്ലേ, വോളിയം ഓഫ് ദ ലിക്വിഡ് ആണ്. കാരണം ഇതാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെൻസിറ്റിയും വോളിയമാണ് അതിൻ്റെ വെയിറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. കാരണം ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ആ വെയിറ്റിന് തുല്യമായിട്ടുള്ള സാധനമായിരിക്കും, വാട്ടർ ആയിരിക്കും അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആവുന്നതെന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലൂടെ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ആൻഡ് വോളിയത്തിന് തുല്യമാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ബോയൻസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡെൻസിറ്റിയും വോളിയത്തിനെയാണ് കേട്ടോ. വോളിയം, ഡെൻസിറ്റി, വോളിയം. ഇനി അടുത്ത്, വെൻ ആൻ ഒബ്ജെക്ട് സിങ്സ് ദ അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ എന്ത് പറയാം? ബോയൻസി ഫോഴ്സ് കേട്ടോ, ബോയൻസി ഫോഴ്സ്. Buoyancy force of the fluid on the object is greater than the weight of the object ആണോ, less than the weight of the object ആണോ, same as the weight of the object ആണോ, 0 ആണോ? ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യാണ്. സിങ്ക് ചെയ്യുക പറഞ്ഞാൽ താന്നു പോയി എന്നുള്ള അർത്ഥമാണ്. ഒരു സാധനം നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ അത് താന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ എന്താണ്? ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ. അതിൻ്റെ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ടാണ്. ഏറ്റവും അതിനെന്താണ്? സാധനം വെയിറ്റ് കൂടുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? താഴെ ചെന്ന് വീഴുന്നത് അല്ലേ, സിങ്ക് ചെയ്ത് പോകുന്നത്. കല്ലൊക്കെ എടുത്ത് വെള്ളത്തിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സിങ്ക് ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്ന. അപ്വേർഡ് ത്രസ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനേക്കാളും എന്താണ്? കുറവാണ് അപ്വേർഡ് ത്രസ്റ്റ് എന്ന്. അതുകൊണ്ടാണ് സിങ്ക് ആവുന്നത്. കൂടുതലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഫ്ലോട്ട് ചെയ്ത്. നമ്മൾ ഇലയൊക്കെ എടുത്തിടുമ്പോൾ എന്താണ്? അതിന് വെയിറ്റ് ഇല്ല. ഇലയ്ക്കൊന്നും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഫ്ലോട്ട് ആവുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? ഫ്ലോട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ ഗ്രേറ്റർ ദാൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് അത് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൗണ്ട് വേവ് ഡിപ്പെൻഡ്സ് ഓൺ. ആംപ്ലിറ്റ്യൂഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന് കൊടുക്കുന്ന ആ ഒരു ലൗഡ്നെസ് ആണ് അല്ലേ. അതിൻ്റെ ആ ഒരു സൗണ്ട് എത്ര ബാസിലാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ലൗഡ് അല്ലെങ്കിൽ അത് സോഫ്റ്റ് ആണെന്ന് തോന്നാൻ കാരണം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെയാണ് അതിന് ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 2 കാര്യങ്ങളെയാണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് എനർജിയെയും അതുപോലെ തന്നെ രണ്ടാമത്തത് വൈബ്രേഷനെയാണ്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എത്ര എനർജി കൊടുക്കുമ്പോൾ ആണ് ആ സൗണ്ട് കേൾക്കുന്നത്. ആ ഒരു സൗണ്ട് കേൾക്കാൻ കാരണമായ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ പറയുന്നത്. എമൗണ്ട് ഓഫ് എനർജി എക്സേർട്ടഡ് ഓൺ ദ ആ ഒരു സൗണ്ട് ഉണ്ടാവാൻ ആ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ ജനറേറ്റ് ചെയ്യാൻ കാരണമായ എന്താണ്? എനർജി എത്രയാണ്. അതുപോലെ തന്നെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഫോഴ്സിൽ ആക്ട് ചെയ്തപ്പോൾ ആണ്. അത് ആ ഫോഴ്സിനെയാണ് വൈബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് എക്സേർട്ട് ചെയ്തപ്പോൾ ആണ് ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടായെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൗണ്ട് വേവ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എനർജിയെയും ഒന്ന് വൈബ്രേഷനെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എനർജി ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫോഴ്സ് റിക്വയർഡ് ടു വൈബ്രേറ്റ് ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സ് ആണ് മറ്റൊന്ന് കേട്ടോ. വൈബ്രേഷനും എനർജിയുമാണ് 2 കാര്യങ്ങൾ. അതിൽ ഫോഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഫോഴ്സ് കൊടുത്തത്. ഫോഴ്സ് റിക്വയർഡ് ടു വൈബ്രേറ്റ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഫോഴ്സ്. ഓക്കെ, ഇനി അടുത്തത്, എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി പാസിംഗ് ഇൻ ദ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ഈസ് കാൾഡ്. ഏരിയ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് എനർജി പാസിംഗ് ത്രൂ ഇൻ ദ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസിറ്റി, ആ ഒരു സൗണ്ട് കേൾക്കാനുള്ള നമ്മുടെ ഇൻറ്റൻസിറ്റി. ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നല്ലപോലെ സൗണ്ട് കേൾക്കാം, ലൗഡ്നെസ് ആണ്. ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ സൗണ്ട് എനർജി പാസിംഗ് ഇൻ ദ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്, ഒരു ഏരിയയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പിച്ച് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ പാടുമ്പോഴാണ് പിച്ച്.
ഹൈ പിച്ചിൽ പാടുക എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ലെവലിൽ പാടുക എന്നുള്ള മീനിങ് ആണ്. ലോ പിച്ചിൽ പാടുക എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ലെവലിൽ പാടുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ലൗഡ്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ലൗഡ് വലുതായിട്ട് കേൾക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ ഇൻറ്റൻസിറ്റി കൊടുത്തൊരു സൗണ്ട് ഉണ്ടാക്കുന്നതും വലിയ ഇൻറ്റൻസിറ്റി കൊടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഡിഫറൻസ് പോലെയാണ് ആ ഒരു കാര്യം ആക്ട് ചെയ്യണം. നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്നുവെച്ചാൽ ഫ്രീക്വൻസിയിൽ വരുന്ന ചേഞ്ചസ് ആണ് കേട്ടോ. ഫ്രീക്വൻസിയിൽ വരുന്ന മിക്സ്ചർ ഓഫ് ഫ്രീക്വൻസി ആണ് നോട്ട് ഉണ്ടാവുക. ഓരോ നോട്ട് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസീസിൻ്റെ ആ ഡിഫറൻസുകളിൽ നിന്നാണ് നോട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, നോട്ടുകളിൽ നിന്നാണ് മ്യൂസിക് ഉണ്ടാവുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ്. ഇനി അടുത്ത്, ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് ഈസ് 50 ഹെർട്സ് ആൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ് 4 മീറ്റർ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൗണ്ട് വേവ് ഇൻ 3 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി നമുക്കറിയാം, ആകെ നമുക്ക് ഫ്രീക്വൻസി അതുപോലെ തന്നെ ഈ വേവ് ലെങ്തും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? V ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ? V ഈക്വൽ ടു ന്യൂ ലാംഡ. ഫ്രീക്വൻസി ലാംഡ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ന്യൂ എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്തിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ V ഈക്വൽ ടു ന്യൂ ലാംഡയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ V എന്താണ്? V ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ് എന്ന് പറയുന്നത് 50 ഹെർട്സും തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് V കിട്ടത്തില്ലേ? V എന്താണ്? 5 4 200 അല്ലേ? 200 ആണെന്ന് പറയുന്നത് നമുക്ക് വേവ് എന്ത് കിട്ടി? അതിൻ്റെ എന്ത് കിട്ടി? നമുക്ക് വെലോസിറ്റി കിട്ടി അല്ലേ? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൗണ്ട് വേവ് ഇൻ 3 സെക്കൻഡ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ V കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആണ്? സ്പീഡിന് ഇക്വലൻ്റ് ആണ് അല്ലേ? സ്പീഡിന് ഇക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ മറ്റൊരു ഇത് ഇവിടെ എന്താണ്? 200 നമുക്ക് കിട്ടി. ടൈം എത്രയാണ്? ടൈം എത്ര തന്നിട്ടുണ്ട്? 3 സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് കറക്റ്റ് ആൻസർ? 600 ആണ് അല്ലേ? 600 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൗണ്ട് വേവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 600 മീറ്റർ. നമുക്ക് ആകെ അറിയാന്നുള്ള ഡിസ്റ്റൻസ് ടൈം സ്പീഡിൻ്റെ ഇക്വേഷൻ D ഈക്വൽ ടു H ഇൻറ്റു T എന്നുള്ളത് തന്നെയാണ്. Vയുടെ ഇക്വേഷൻ ന്യൂ ലാംഡയുമായിട്ട് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഇക്വേഷൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻസ് ദ ലൗഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് എ സൗണ്ട്? ലൗഡ്നെസ് സോഫ്റ്റ്നെസ് ഒക്കെ തെളിയിക്കുന്നത് എന്താണ്? വെലോസിറ്റി ആണോ? ഓക്സിലേഷൻ ആണോ? ഫ്രീക്വൻസി ആണോ? ആംപ്ലിറ്റ്യൂഡ് ആണോ? നമ്മൾ പറഞ്ഞു ലൗഡ്നെസ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ആംപ്ലിറ്റ്യൂഡുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. എന്തുമായിട്ടാണ്? ആംപ്ലിറ്റ്യൂഡുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ആംപ്ലിറ്റ്യൂഡാണ്. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ ഇയർ ടേൺ സൗണ്ട് വൈബ്രേഷൻസ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്? ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് മാറ്റുന്ന ഇയർ ടേൺസ് നമ്മുടെ സൗണ്ട് വൈബ്രേഷനെ ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്ക് മാറ്റുന്നത് ആരാണ്? ഏത് പോർഷനാണ്? ഏതാണ്? കോക്ലിയ ആണ് അല്ലേ? കോക്ലിയ ആണ്. ഓക്കെ, കോക്ലിയ വഴിയാണ് നമുക്ക് ആ സൗണ്ട് വൈബ്രേഷൻ എന്ത് ചെയ്യുന്നത്? മിക്സ്ചർ, ആ സൗണ്ട് കൃത്യമായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കോക്ലിയ ആണ് കേട്ടോ. കോക്ലിയ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ഇയർ ഡ്രം? ഇയർ ഡ്രമ്മിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇയർ ഡ്രമ്മിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇയർ ഡ്രമ്മിൻ്റെ മറ്റൊരു പേരെന്താണ്? ടിംബാനിക് മെംബ്രെയിൻ ആണ് അല്ലേ? ടിംബാനിക് മെംബ്രെയിൻ ആണ്. ഈ പറയുന്ന ബാക്കിയുള്ള അനിമൽസിനൊക്കെ എന്താണ് ഇയർ എന്ന് പറയുന്നത്? ഇയറിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇയർ ആണ് ഓൾറെഡി കോൾഡ് ആസ് പിന്ന എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഇയറിനെയാണ് പിന്ന എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഇയർ നമുക്ക് പുറത്ത് കാണുന്ന ഈ ചെവി ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പിന്ന എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭാഗം ആർക്കില്ല? ബാക്കിയുള്ള ഇഴജന്തു, റെപ്റ്റൈൽസ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്രോഗ് പോലെയുള്ള സംഭവങ്ങൾക്കൊന്നും എന്തില്ല? ഈ പറയുന്ന പിന്ന റീജിയൻ ഇല്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ടിംബാനിക് മെംബ്രെയിൻ ഉണ്ട്. ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയർ ഡ്രം ഉണ്ട് കേട്ടോ. ഇയർ ഡ്രം ടൈപ്പ് സ്ട്രക്ചറിങ് ഉണ്ട് ഇയർ ഡ്രം. കോക്ലിയാണ് ആ സൗണ്ട് വൈബ്രേഷൻ നേരെ തിരിച്ചെന്ത് ആക്കി മാറ്റുന്നത്? ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റി സൗണ്ട് കേൾക്കാനുള്ള ആ ഒരു ഇത് നമുക്ക് തരുന്നത്. ഇനി ഓർഗൻ ഓഫ് കോർട്ടി ഈസ് കൺസേൺഡ് വിത്ത്? കോർട്ടി എന്ന് പറയുന്ന ഓർഗൻ എന്തായിട്ടാണ് കൺസേൺ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓർഗൻ ഓഫ് കോർട്ടി. കോർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നർ ഇയറിനകത്തുള്ള ഒരു പാർട്ടാണ് കേട്ടോ. നമ്മുടെ ഇയറിൻ്റെ അകത്ത് തന്നെ മിഡിൽ ഇയർ ഉണ്ട്, ഔട്ടർ ഇയർ ഉണ്ട്, ഇന്നർ ഇയർ ഉണ്ട്. അതിനകത്ത് ഇന്നർ ഇയറിലെ ഒരു പാർട്ടാണ് കോർട്ടി എന്ന് പറഞ്ഞാൽ. അതെന്തിനെയാണ് കൺസേൺ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയറിംഗ് തന്നെയാണ്. കോർട്ടി എന്ന് പറഞ്ഞൊരു വേർഡ് കേൾക്കുമ്പോഴേ അത് ഹിയറിംഗ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.